കഴിച്ചു നോക്കാന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ട്? സൂപ്പർ. പറ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോണത്. ഇതൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, നമ്മള് ഇതിങ്ങനെ സ്ലൈസ് ആക്കി എടുക്കണം. ഇതിങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ? നമ്മൾ ആ മുള്ള് പാടില്ലല്ലോ. അപ്പോൾ മീറ്റ് മാത്രമായിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഇട്ടണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ അപ്പുറത്തെ വശത്തുനിന്നും ഇവിടെ നിന്ന് നമ്മൾ 2 പീസും അതേപോലെ ഉണ്ടോ ഈ ഭാഗം നടുക്കുന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ നീളനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ 4 പീസ് കിട്ടി. ഇതിനൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 hour എങ്കിലും നമ്മൾ വെക്കണം കേട്ടോ. എല്ലാം റൗണ്ടിൽ കട്ട് ചെയ്യണം. നമ്മൾ ഈ ബർഗറിലൊക്കെ കട്ട്ലറ്റില്ലേ അതേപോലെ കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ. ഓക്കെ, ഒരു 3 പീസ് മതി. പിന്നെ നമുക്കുള്ളത് ഒണിയനാണ്. ഒണിയനും കൂടി അതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും. എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഓക്കെ, അപ്പൊ നമ്മുടെ കട്ടിങ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സംഭവം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇത്ര മതി. മൈദ നമ്മള് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ മുക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് ഞാൻ മുക്കിയിട്ട് നമുക്ക് അത് അതേപോലെ അടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 എണ്ണം വെച്ചിട്ടാ മതി. നല്ലോണം ഫ്രൈ ആവണം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മറിച്ചിടാട്ടോ. അപ്പൊ ഇത് അധികം ഫ്രൈ ആവണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ ബാക്കിയുള്ളതും കൂടി ഇട്ട് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പുറമേ കാണാൻ പഴംപൊരി പോലെ ഉണ്ടല്ലേ. അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എടുക്കണേ എണ്ണയാണ്. അപ്പൊ നമ്മുടെ ഫ്രൈ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ബണ്ണില് അകത്ത് വെച്ചിട്ട് നമുക്ക് ക്യാപ്സിക്കവും വെജിറ്റബിൾസും ചീസൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് ആദ്യം മസ്റ്റേർഡ് മയോണൈസ് ആണ് നമ്മൾ ആദ്യം ഇങ്ങനെ തേച്ച് ഇതിനും അതേപോലെ തേച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ യൂസ് ചെയ്യണത് ടൊമാറ്റോ സോസാണ്. ഇതിലും അതേപോലെ സോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ അയല മീൻ നമുക്ക് വെച്ചു. ഓക്കെ, ചീസ് വെക്കാം. ഓക്കെ, പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ഓക്കെ ഓക്കെ. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് സോസ് ഒഴിക്കാം. ലെറ്റ്യൂസും കൂടി നമുക്ക് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. ബർഗർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം. പാത്രം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് നമുക്കത് വെച്ച് കൊടുത്താൽ ചീസ് നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. സബ്വേ സാൻഡ്വിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി വെറൈറ്റി ആണ്. ട്യൂണ വെച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും അടിപൊളി മോനെ ഇതൊക്കെ കൊള്ളാവോ? സൂപ്പറാണോ? ഇത് പറയാട്ടോ സൂപ്പറാണ്. കഴിച്ചു നോക്കാന്ന് പറയാ. കഴിച്ചു നോക്കാൻ പോണേ. കടിക്ക് കടി എങ്ങനെയുണ്ട്? സൂപ്പർ പറ.